എന്താ വെച്ചാൽ ഇവിടെ പല കമ്പനികൾക്കും ഇന്ത്യൻ വിസന്റെ ഷോർട്ടേജ് ഉണ്ട്. നമ്മളിപ്പോ മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ മലയാളി. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ പല കമ്പനികൾക്കും ഇന്ത്യൻ ഫീമെയിൽ വിസകൾ ഉണ്ടാകാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഹസ്ബൻഡ് വിസകളിലൊക്കെ വരുന്ന ആളുകൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ 8 to 5 എന്ന് പറഞ്ഞാൽ ആ ടൈം നമുക്ക് വർക്കിംഗ് ടൈമാണ്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അതായത് നാട്ടിൽ ഒരു പക്ഷെ 24/7 എന്നുള്ള രീതിയിലാവും. ഏത് സമയത്തും കോളും ഏത് സമയത്തും നമ്മൾ അതിലേക്ക് ഇൻവോൾവ്മെന്റ് വേണം ഒരു പ്രൊജക്റ്റിലേക്ക്. പക്ഷെ ഗൾഫ് കൺട്രീസ് വളരെ കുറവാണ്. നമ്മളൊരു നല്ലൊരു ഫ്യൂച്ചർ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ മാനേജർ ചെയ്യുന്ന ഒരു ജോബ് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നത്തോളം നമ്മൾ വളർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാല് നമ്മൾ ഉടനെ ആ ജോബ് നമ്മൾ ജമ്പ് ചെയ്തെടുക്കണം. സൈറ്റിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് ജനറലി ഒരു സൈറ്റ് ജോബിൽ നിന്ന് ഒരു ഓഫീസ് ബേസ്ഡ് ജോബിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ട്രാൻസിഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നിങ്ങളൊരു അഡ്വൈസ് എന്തായിരിക്കും? ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ഇതേപോലെ കണ്ടമാനം ആൾക്കാർ ഇതേപോലെ സൈറ്റ് ജോബിൽ നിന്ന് ഒരു ഓഫീസ് ജോബിലേക്ക് ട്രാൻസിഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അറിവിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ട്രാൻസിഷൻ എന്തൊക്കെയാണ് സഹായിച്ചത്, എങ്ങനെയാണ് അവർക്ക് ഈ ട്രാൻസിഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതിനൊരു അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ പറ്റുമായിരിക്കും? പിന്നെ ഗൾഫ് കൺട്രീസിൽ സൈറ്റ് എഞ്ചിനീയേഴ്സും ഓഫീസ് എഞ്ചിനീയേഴ്സും രണ്ട് ലെവലാണ്. സൈറ്റ് എഞ്ചിനീയേഴ്സിന് പിന്നെ ഓഫീസ് എഞ്ചിനീയേഴ്സിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സുകൾ സൈറ്റ് എഞ്ചിനീയേഴ്സിന് പലപ്പോഴും കിട്ടാറില്ല. അതിന് കാരണം എന്താ വെച്ചാല് മാനേജേഴ്സുമായിട്ട് കൂടുതൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഓഫീസ് എഞ്ചിനീയേഴ്സ് ആവും. അപ്പൊ അവർക്ക് പ്രൊമോഷൻസും സാലറി ഇൻക്രിമെന്റ്സും എല്ലാം കിട്ടും. അപ്പൊ നമ്മൾ ഒരു ജോബ് പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നോക്കേണ്ടത് നമ്മൾ പിന്നെ ഓഫീസ് ജോബ്സിൽ നോക്കേണ്ടത്. അതായത് കുറച്ചും കൂടി ജോബ്സും കുറച്ച് ഈസി ആവും. അതുപോലെ തന്നെ ഹയർ മാനേജ്മെന്റുമായുള്ള കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും ഉണ്ടാവും അവർക്ക്. പിന്നെ കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളത്, അതായത് നമ്മളെ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചും കൂടി പിന്നെ എന്താ പറയാ ആനുകാലികമായി പഠിക്കാൻ നമുക്ക് സാഹചര്യം കിട്ടില്ല ഓഫീസിലെ സ്റ്റാഫിനാവും. സൈറ്റ് എഞ്ചിനീയേഴ്സിന് അവരുടെ ഡ്യൂട്ടി സ്പെസിഫിക് ഡ്യൂട്ടീസിലാണ് അവർക്കുള്ളത്. പിന്നെ സൈറ്റ് മോണിറ്ററിങ്, മെറ്റീരിയൽ ഇൻസ്പെക്ഷൻസ്, സൈറ്റ് ഇൻസ്പെക്ഷൻസ്, പിന്നെ ഫോർമാനെ മാനേജ് ചെയ്യുക, മെറ്റീരിയൽസുകൾ അറേഞ്ച്മെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഓഫീസിലാവുമ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ്, ടെൻഡറിങ്, അതോറിറ്റീസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ്, സപ്ലയറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്, സൈറ്റ് എഞ്ചിനീയേഴ്സ് സൈറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് പിന്നെ മാനേജേഴ്സുമായുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ് വരുമ്പോൾ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻ മാനേജേഴ്സിനെ കാണാൻ വലിയൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഒഴിവാണെന്ന് നമ്മൾ കൂടുതലും മെയിൻ ഓഫീസുമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ റിപ്പോർട്ടുകൾ മാക്സിമം നമ്മുടെ മാനേജേഴ്സുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഡയറക്റ്റ് മാനേജേഴ്സിനെ, ആരാണോ നമ്മുടെ ഡയറക്റ്റ് മാനേജർ, അവരായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഒരു ചാനൽ നമ്മൾ ഓപ്പൺ ആക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഒരു പുറത്ത് സൈറ്റ് എഞ്ചിനീയർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊമോഷൻ ആയാലും നമുക്ക് സാലറി ഇൻക്രിമെന്റ് ഒക്കെ നമുക്ക് അതിന്റെ ഭാഗമായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ചെയ്യണം. അവർ നമ്മുടെ ഡയറക്റ്റ് എഞ്ചിനീയർ സൈഡിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഒരു മാറ്റം ഓഫീസിലേക്ക് മാറാം. ഓക്കെ. കണ്ടമാനം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നത്. അവരുടെ സ്പൗസൽ വിസയിലായിരിക്കും വരുന്നുണ്ടാവുക. അവരുടെ ഹസ്ബൻഡ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെ കൂടെ തന്നെ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഖത്തറിലോ ബാക്കിയുള്ള ഗൾഫ് കൺട്രീസിലേക്ക് പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജോബ് സീക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ജോബ് സീക്കേഴ്സിന് എന്തൊക്കെ അഡ്വൈസ് ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക? എന്തൊക്കെ റോളുകളായിരിക്കും അവർക്ക് നല്ലത്? QS അവർക്ക് ഒരു നല്ല ഫിറ്റ് ആണോ എന്നുള്ളതിനൊക്കെ നിങ്ങളുടെ അഡ്വൈസ് എന്തായിരിക്കും? പല കമ്പനികൾക്കും ഇന്ത്യൻ വിസന്റെ ഷോർട്ടേജ് ഉണ്ട്. നമ്മളിപ്പോ മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ മലയാളി. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ പല കമ്പനികൾക്കും ഇന്ത്യൻ ഫീമെയിൽ വിസകൾ ഉണ്ടാകാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഹസ്ബൻഡ് വിസകളിലൊക്കെ വരുന്ന ആളുകൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സാലറി ലെവലിൽ വേരിയേഷൻ ഉണ്ടെങ്കിലും അവർക്ക് പിന്നെ ഒരു ചാൻസ് ആണ് ഇവിടെ. ഹസ്ബൻഡ് വിസയിൽ വരുന്ന ആളുകൾക്ക് ജോബിന് വിസ കമ്പനികൾക്ക് വിസ പ്രൊവൈഡിന്റെ ആവശ്യമില്ല. അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു പിന്നെ സെക്കൻഡ് പേപ്പർ ലെറ്റർ എന്തോ വെച്ചിട്ട് അവർക്ക് ഇവിടെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അവർ ചെയ്യേണ്ടത്. പിന്നെ കോമൺ ജോബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ജോബ് ഒന്നും തന്നെ, വിസ അല്ലല്ലോ ജോബ് എല്ലാവർക്കും പിന്നെ സെയിം ജോബാ വരിക. പിന്നെ അപ്പൊ എന്താ വെച്ചാൽ ഇത് ജോബ് കിട്ടാനൊരു ചാൻസ് കൂടുതൽ വിസ ഹോൾഡേഴ്സ്, വിസ ഉള്ള ആളുകൾക്ക് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. മിഡിൽ ഈസ്റ്റും ഇന്ത്യയും തമ്മിലുള്ള
ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വർക്ക് വെച്ചിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് മിഡിൽ ഈസ്റ്റ് ഇന്ത്യയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അതിപ്പോൾ ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ്, വർക്കിന്റെ കൾച്ചർ തമ്മിലുള്ള ഡിഫറൻസ്, നമുക്ക് കിട്ടുന്ന റിവാർഡുകളുടെ ഡിഫറൻസ്, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിന്റെ ഡിഫറൻസ്. അപ്പോൾ മിഡിൽ ഈസ്റ്റും ഇന്ത്യയും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു സെപ്പറേഷൻ വരുന്നത് ഈ ഒരു ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ? ആസ് എ കോൺട്രാക്ടർ നമുക്ക് വർക്ക് ചെയ്യാൻ ഏറ്റവും സുഖമുള്ള ഒരു ഫീൽഡ് മിഡിൽ ഈസ്റ്റിലാണ്. നാട്ടില് ഞാൻ വർക്ക് ചെയ്തിരുന്നത്, നാട്ടിൽ ഞാൻ 2002 മുതൽ 2006 വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. നാട്ടിൽ മാൻ പവറിന്റെ ഒരു ഇഷ്യൂ, വലിയൊരു ഇഷ്യൂ ആണ്. ഇവിടെ കമ്പനികളിലാവുമ്പോൾ വിസയിൽ ഓൺ കമ്പനിയിലെ ആളുകൾ അവർ അവൈലബിൾ ആ സൈറ്റിൽ രാവിലെ വന്നിട്ട് പിന്നെ ആള് അവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഉദ്ദേശിച്ച ആള് സൈറ്റിലുണ്ടാവും. മറ്റേതങ്ങല്ല, ഇന്ന് വന്ന ആള് നാളെ ഡിസപ്പിയർ നാട്ടില്. ഇന്ന് പറഞ്ഞ നമുക്ക് ഒരു പിന്നെ വർക്ക് ഷെഡ്യൂൾ ഉണ്ടാവും. വർക്ക് ഷെഡ്യൂള് ഫോളോ ചെയ്യാൻ വളരെ പ്രയാസമാണ് നാട്ടില്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ ആ ഷെഡ്യൂൾ നോക്കി നമ്മൾ മാൻ പവർ ഹയർ കഴിഞ്ഞാൽ ആ മാൻ പവർ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് വരെ ആ മാൻ പവർ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റേഷന് GCC-ലാണ് വളരെ സുഖം. വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ, പിന്നെ 8 to 5 എന്ന് പറഞ്ഞാൽ ആ ടൈം നമുക്ക് വർക്കിംഗ് ടൈമാണ്. പിന്നെ അതിന്റെ അപ്പുറത്തേക്കില്ല. അതായത് നാട്ടിൽ ഒരു പക്ഷെ 24/7 എന്നുള്ള രീതിയിലാവും. ഏത് സമയത്തും കോളും ഏത് സമയത്തും നമ്മൾ അതിലേക്ക് ഇൻവോൾവ്മെന്റ് വേണം ഒരു പ്രൊജക്റ്റിലേക്ക്. പക്ഷെ ഗൾഫ് കൺട്രീസ് വളരെ കുറവാണ്. ഒരു 10-20% മാത്രമേ പിന്നെ വർക്കിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതും അല്ലെങ്കിൽ നമ്മൾ സൈറ്റുമായി ബന്ധപ്പെട്ടത്. നമ്മൾ സൈറ്റ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്ക് സ്റ്റോപ്പാണ്. 3 മണിക്ക് സ്റ്റോപ്പാണ്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് സൈറ്റ് എഞ്ചിനീയർക്ക് പിന്നെ വർക്കില്ല അവിടെ. പിന്നെ നാളെ പിറ്റേ ദിവസം ചെന്നിട്ട് ശേഷം നമ്മൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നേരെ നാട്ടിൽ ഞാൻ പലപ്പോഴും കണ്ടില്ല അങ്ങനെയല്ല. നാട്ടില് ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സൈറ്റിലെ ഇൻചാർജ് ആൾക്ക് പിന്നെ എപ്പോഴും ഇപ്പോൾ വന്നുകൊണ്ടും മെറ്റീരിയൽ ഡെലിവറിയുമായിട്ടും എപ്പോഴും ബിസിയാണ്. അത്ര ഫ്രീ ടൈം. പക്ഷെ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. കരിയറിൽ എല്ലാം കൂടെ നമുക്ക് സമയങ്ങളുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ടൈം 8 മണി 8, 9 9 അത് മാത്രം ചെയ്താൽ മതി. കൂടുതൽ നമുക്ക് ബാക്കി ഫ്രീ ടൈം നമുക്ക് ഫാമിലി ടൈം ആയിട്ട് കൊടുക്കാൻ കഴിയും. കൂടെ അതിലൊരു പിന്നെ ഒരു ബെനിഫിറ്റ് GCC-യിലുള്ളത്. എന്തുകൊണ്ടും ഞാൻ മനസ്സിലാക്കിയുള്ളത് പിന്നെ നമ്മളെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് മിസ്സിംഗ് ആണ്. അതൊക്കെ അതൊഴികെ ജോബ് എന്നുള്ള അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ഉള്ള ഒരാൾക്ക് പിന്നെ ഏറ്റവും നല്ലത് ഗൾഫ് കൺട്രീസിലാണ് ബിസിനസ് ഈസി ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ ഇത്രയും 20+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടമാനം ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. എക്സലന്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ എക്സലന്റ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അവർ സക്സീഡ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ സക്സീഡ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ എന്തായിരിക്കും നിങ്ങളൊരു അഭിപ്രായം? പലപ്പോഴും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് പിന്നെ 10-20 വർഷം ഒരേ ജോബിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് വന്ന ഉടനെ നമ്മൾ കംഫർട്ടബിൾ ജോബ് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മറ്റൊരു ജമ്പിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പല ആളുകളും ആഗ്രഹിക്കില്ല, റിസ്ക് എടുക്കാൻ. അതായത് ഇപ്പൊ ഒരു ബാച്ചിലർ ആയ ആളാണ് വന്നിരുന്നില്ലേ, അവന് ഒരു നല്ല ജോബിൽ അവന് കയറി കഴിഞ്ഞാല് കംഫർട്ടബിൾ സോണിലെത്തി. അവന് മന്ത്ലി അവന്റെ വരുമാനം വന്നുകൊണ്ടിരിക്കണം, ഒരു ഇൻകം. അതായത് ഒരു 1000 റിയാൽസ് അവന് 4 ഫിഗേഴ്സ് അവന് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിലേക്ക് വേറെ ജോബിലേക്ക് ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ട്രൈ ചെയ്യുമ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഇൻകം സ്റ്റോപ്പ് നിന്നു പോവോ എന്നുള്ള ഒരു ഭയപ്പാട് കാരണം എന്ത് ചെയ്യും, പുതിയൊരു ജോബിലേക്ക് മാറാൻ നിൽക്കില്ല കൂടുതൽ ആളുകളും. അതുകൊണ്ടാണ് 20 വർഷം 30 വർഷം ഞാനൊക്കെ അതിൽപ്പെട്ട ഒരാളായിരുന്നു. 20-30 വർഷം ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്ത് റിട്ടയർമെന്റ് ആയി പോകുന്നത്. പിന്നെ ഒരു അങ്ങനല്ല വേണ്ട. ശരിക്കും നമ്മളൊരു നല്ലൊരു ഫ്യൂച്ചർ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ മാനേജർ ചെയ്യുന്ന ഒരു ജോബ് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നത്തോളം നമ്മൾ വളർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാല് നമ്മൾ ഉടനെ ആ ജോബ് നമ്മൾ ജമ്പ് ചെയ്തെടുക്കണം. ഒരുപക്ഷെ ആ കമ്പനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഒരുപക്ഷെ നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല ഒരു മാനേജർ ലെവലിൽ. ഇപ്പൊ സൈറ്റ് എഞ്ചിനീയർ, ഞാൻ സൈറ്റ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ മാനേജർ ചെയ്യുന്ന വർക്കുകളുണ്ട് ക്വാണ്ടിറ്റിയില്, പിന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് സപ്ലയർ, കൺസൾട്ടൻസ്. അത്രത്തോളം കേപ്പബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആ ഒരു പോസ്റ്റിലേക്കുള്ള ജോലി ഈ കമ്പനി ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു കമ്പനിയിലേക്ക് ഞാൻ ട്രൈ ചെയ്യണം. അങ്ങനെ ആളുകൾക്കാണ് അവിടെ ഒരു വിജയത്തിന് ചാൻസ് കൂടുതൽ. നേരെ മറിച്ച് ഞാൻ അതല്ല, എനിക്കിപ്പോ കിട്ടിക്കൊടുക്കുന്ന സാലറി അതിൽ മന്ത്ലി ചിലപ്പോൾ ആഫ്റ്റർ 2 ഇയർ ചെറിയൊരു ഇൻക്രിമെന്റ് ഉണ്ടാവും, 1000-500 റിയാൽ ഇൻക്രിമെന്റ് ഉണ്ടാവും. അത് മതി എന്നുള്ള ആളുകൾ കുറെ ആളുകളുണ്ട്. അങ്ങനെയാണ് അവർ ഇപ്പൊ 30 ഇയേഴ്സ് 40 ഇയേഴ്സ് ഒരേ ജോബിൽ വർക്ക് ചെയ്തിട്ട് മറ്റൊരു നാട്ടിൽ പോകുന്നത്. പക്ഷെ നേരെ കുറച്ച് ആളുകളുണ്ട് എപ്പോഴും ഡെവലപ്മെന്റും അല്ലെങ്കിൽ ഇൻക്രിമെന്റും അല്ലെങ്കിൽ ഒരു സക്സസ് ലൈഫ് ചേഞ്ചസ് വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾ. അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ മേഖലയിലെ നമ്മളെ മാനേജേഴ്സ്, നമ്മുടെ ടോപ്പ് മാനേജർ എന്ത് ചെയ്യുന്നോ
അത് നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് 100% കോൺഫിഡൻസ് ഉണ്ടോ, ഉടനെ നമ്മൾ പിന്നെ പുതിയ CV പ്രിപ്പയർ ചെയ്യുക, അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയും തീർച്ചയായിട്ടും. ഷുവർ, ഡെഫിനറ്റ്ലി ആയിട്ട് ഹെൽപ്ഫുൾ ആവും. പിന്നെ അതല്ലാണ്ട് ഈ ഇപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജനറലി മിഡിൽ ഈസ്റ്റിലെ ഒരു കൺസ്ട്രക്ഷൻ ഇക്കോസിസ്റ്റത്തിനെ കുറിച്ച് അധികം അറിയുണ്ടാവില്ല. ഇപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്, ഇപ്പോൾ കോൺട്രാക്ടർ, കൺസൾട്ടന്റ്, ബാക്കിയുള്ള ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, എങ്ങനെയൊക്കെയാണ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും? കൺസൾട്ടന്റ് മസ്റ്റ് ആണല്ലോ. കൺസൾട്ടന്റിന് ശേഷം കോൺട്രാക്ടേഴ്സിൽ മെയിൻ കോൺട്രാക്ടർ ഒരു പക്ഷേ സബ് കോൺട്രാക്ട് ഉണ്ടാവും. മെയിൻ കോൺട്രാക്ട് സിവിൽ കോൺട്രാക്ടർ എന്നുണ്ടെങ്കിൽ അതിൽ സബ് കോൺട്രാക്ടിങ് ഒരു പക്ഷേ MEP വരും, അല്ലെങ്കിൽ MEP സെപ്പറേറ്റ് ആയിട്ട് വരും. അതായത് ഇലക്ട്രിക്കൽ വേറെ വരും, പിന്നെ മെക്കാനിക്കൽസ് വേറെ വരും, അങ്ങനെ പിന്നെ അതുപോലെ ഫിറ്റ് ഔട്ട് കോൺട്രാക്ടേഴ്സ് വേറെ വരും. മെനി സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. ഇവിടെ പ്ലേയേഴ്സ് കൂടുതലാണ്. നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ആവാം ഒരു പക്ഷെ ഇവിടെ പിന്നെ ക്ലയന്റ്, പിന്നെ അതുപോലെ ബാങ്ക് ഇവിടെ ബാങ്ക് ഡയറക്റ്റ് ഇൻവോൾവ് ആണ് പല പ്രൊജക്റ്റിലും. ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റുകളിൽ ബാങ്കിന് ഒരു കൺസൾട്ടന്റ് ഉണ്ടാവും, ഇൻവോയ്സ് സബ്മിഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ സൈറ്റിൽ എന്താണോ പിന്നെ വർക്ക് ഇംപ്ലിമേഷൻ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബാങ്കിന്റെ ഒരു കൺസൾട്ടന്റ് അതും ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്ലേയേഴ്സ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിന് ക്ലയന്റ് സാധാരണ തന്നെ, പിന്നെ അതുപോലെ കൺസൾട്ടന്റ്, പിന്നെ ഇൻ ബിറ്റ്വീൻ കോൺട്രാക്ടർ ആൻഡ് ക്ലയന്റ്, പിന്നെ ബാങ്ക് ഇൻ ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് ബാങ്ക് ഒരു കൺസൾട്ടന്റ് വരും, പിന്നെ കോൺട്രാക്ടേഴ്സ് മെയിൻ കോൺട്രാക്ടേഴ്സ്, പിന്നെ അതുപോലെ സബ് കോൺട്രാക്ടേഴ്സ് വരും. അതാണ് മെയിൻ ആയിട്ടുള്ള ഇതിലൂടെ പിന്നെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം മിസ്റ്റർ ഷാക്കിർ. നിങ്ങളെ സമയം നമ്മളുടെ കൂടെ ചെലവഴിച്ച് ചെയ്യുന്നു. ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിലും നിങ്ങളെ കൂടെ ഇനിയും ഇന്ററാക്ഷൻസ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിന്ന് തന്ന ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർ ഇതിന്ന് ലേൺ ചെയ്തിട്ടും അവർക്ക് ഇനിയും ഫർദർ ആയിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. വെൽക്കം.